നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത് ചക്ക അവിയലാണ്. ചക്കക്കുരു മാങ്ങയും അവിയൽ. ചക്കക്കുരു മാങ്ങയും അവിയലാണ്. ഫസ്റ്റ് നമ്മൾ തീ കത്തിച്ച് അടുപ്പിൽ വെച്ചിട്ട് വേവിച്ച ചക്കക്കുരു മാങ്ങയും മഞ്ഞളിട്ട് വേവിച്ച ചക്കക്കുരു മാങ്ങയും കൂടെ എടുത്ത് ഇതിനകത്തോട്ട് ഇടണം. ഫുള്ളായിട്ട് ഇടണം. കുക്കറിൽ എത്ര വിസിലടിക്കണം? 3 വിസിൽ അടിച്ചത് ശേഷം നമ്മൾ വേവിക്കണം. വേവിച്ചിട്ട് അത് പകുതി വേവാകുമ്പോൾ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും വെളുത്തുള്ളിയും ജീരകവും തേങ്ങയും മിക്സിയിലിട്ട് കരിവേപ്പിലയും മിക്സിയിലിട്ട് ചതച്ചതിന് ശേഷം ചതച്ചതിന് ശേഷം ആ പകുതി വെന്ത ചക്കക്കുരുവിലും മാങ്ങയിലും പുരട്ടുക. നമ്മളിത് ആരും അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. ഇതൊരു സ്പെഷ്യൽ കറിയാണ്. ഇത് ചക്കക്കുരു മാങ്ങയും അവിയലാണ്. ഇതാരും അങ്ങനെ ഉണ്ടാക്കാറില്ല. ഇത് നമ്മൾ തന്നെ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കി കഴിച്ചാൽ നല്ല ഗുണമുള്ള 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. ഉപ്പ് ആവശ്യത്തിന് വെന്ത് പരുവമായതിനു ശേഷം ഒരു സ്പൂൺ വെളിച്ചെണ്ണ അതിന്റെ മുകളിൽ കൂടി ഒഴിച്ച് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ആകുമ്പോൾ ഈ വെള്ളം ഇതിൽ പറ്റി കുഴമ്പ് പരുവമാവും. ചക്കക്കുരു അവിയൽ റെഡി. അപ്പം നമ്മൾ ഇത്രയും ഈസി ആയിട്ടുള്ള സാധനം ഒക്കെ ചെയ്ത് തന്നതിന് നമ്മളുടെ ചാനൽ ഈ കുക്കിംഗ് സിസ്റ്റേഴ്സ് ഒരു സബ്സ്ക്രൈബ് ആരൊക്കെ കാണിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാവരും ഒരു സബ്സ്ക്രൈബ് ഒരു ലൈക്കും തന്നിട്ട് പോണേ. വെറുതെ ഞങ്ങൾ പോരുത്. ഷെയർ കമൻറ്റ് എല്ലാം ചെയ്തു. ഇത് ചക്കക്കുരു മാങ്ങയും ആയതിനാൽ വെളുത്തുള്ളി ശകല കൂടുതൽ ചേർക്കുക. വെളുത്തുള്ളി കുറച്ച് കൂടുതൽ കുഴമ്പ് പരുവത്തിലാവുമ്പോൾ നമ്മൾ ചക്കക്കുരു മാങ്ങയിട്ട് അവിയൽ റെഡി ഗൈസ്. അപ്പം എല്ലാം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്തിട്ട് പോണേ.